1% ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ച് പ്രൊഫഷണൽസ്, ഓണ്ടർപ്രണേഴ്സ്, ടീച്ചേഴ്സ്, പാരന്റ്സ്, അഡൽഹുഡ് ആയ ആളുകൾക്കുള്ളതാണ്. ട്രൈദോഹ എന്നത് ഒരു ഓൺലൈൻ ബിസിനസ് ഡയറക്ടറി ആണ്. ഖത്തറിൽ തന്നെ ലീഗലി രജിസ്റ്റർ ചെയ്തായ എല്ലാ കമ്പനീസിനെയും മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. എന്തൊക്കെയാണ് ഇനി അടുത്ത മിഷൻസുകൾ? ട്രൈദോഹ എന്ന ഒരു ബിസിനസ് കോൺസെപ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിന് ഉദ്ദേശം എന്ന് പറയുന്നത് ഈസി ആയിട്ട് അവർ ഏതെങ്കിലും ഒരു കമ്പനിയെ ജനങ്ങളിലേക്ക് എത്തിക്കാനും. ഇപ്പൊ ഈ ഖത്തറിൽ മാത്രമാണോ ഇനി ഈ ട്രൈദോഹ നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഖത്തർ ഫില്ലായതിനു ശേഷം അടുത്ത? ഹായ്, ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മളൊരു എന്താ പറയാ, കസ്റ്റമറായി വന്ന് നമ്മളൊരു പാർട്ണറായി മാറിയ ഒരു വ്യക്തിയാണ് നമ്മളെ മെറ്റാലപ്പാട്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ പല ബിസിനസ്സുകള് പല ബിസിനസ് വർക്കുകള് മാനേജ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എന്നാല് അപ്പൊ നമ്മളെ ബിസിനസ് വെർട്ടിക്കൽസ് ഏതൊക്കെയാണ് ഇപ്പൊ മേജർ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ ഖത്തറിലാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഒരു സെറ്റിലാണ് അവിടെ. സെറ്റിലാണ്. 15 വർഷമായി ഖത്തറിൽ. ഫാദറിന് ഒരു ഓൺ ബിസിനസ് ഉണ്ട്, അതാണ് റൺ ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയാണ്. ചെറുപ്പം മുതൽ തന്നെ നമ്മള് ടെക്നോളജി അല്ലെങ്കിൽ മീഡിയ റിലേറ്റഡ് ആയിട്ട് താല്പര്യമുകൊണ്ട് തന്നെ പാരലായി കൊണ്ടുപോകുന്നുണ്ട്. മീഡിയ ഏരിയകളും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള. ഇപ്പൊ നമ്മള് റീസെന്റ് ചെയ്ത ഒരു പ്രൊജക്ട് ആണ് മെറ്റാലപ്പാട്ട് എന്ന പ്രൊജക്ട്. അത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല സക്സസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ട് അത് ത്രൂ ആണ് നമ്മൾ ഒന്നുകൂടി വെഞ്ചർ ആയി തുടങ്ങിയത്. അപ്പോ ഇതിപ്പോ എങ്ങനെയൊക്കെയാണ് ഇപ്പൊ വാക്കുകള് വർക്കുകള് ഇപ്പൊ ഏതൊക്കെയാണ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ രണ്ടാണോ മേജർ ആയിട്ട്? മേജർ ആയിട്ട് നമ്മള് മെറ്റാലപ്പാട്ടാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്. ഖത്തറിൽ ടോപ്പ് ആൻഡ് ടെക്നോളജി എന്ന ഒരു കമ്പനി ഉണ്ട്. അതിൽ തന്നെ 2 പ്രൊഡക്റ്റുകളുണ്ട്, എഫ്എക്സ് ബുക്കും അതോടൊപ്പം ട്രൈദോഹ. ലിസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് ഖത്തറിലുള്ള എല്ലാ എക്കോസിസ്റ്റത്തിനും അതിനെ കുറിച്ച് ഒന്ന് ഡീപ്പായിട്ട് നമുക്ക് സംസാരിക്കാം. ട്രൈദോഹ എന്നത് ഒരു ഓൺലൈൻ ബിസിനസ് ഡയറക്ടറി ആണ്. ഖത്തറിൽ തന്നെ ലീഗലി രജിസ്റ്റർ ചെയ്തായ എല്ലാ കമ്പനീസിനെയും മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പൊ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അവിടെ എൻറോൾ ചെയ്യാനും അവരെ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു ഏരിയ നമ്മൾ കൊടുക്കാന്നുള്ളതാണ് മേജർ ആയിട്ട് എന്റെ ഫംഗ്ഷൻ വർക്ക്. 100% ഖത്തർ ഓറിയന്റഡ് ആയിട്ടല്ലേ പ്യൂർലി ഖത്തറിലുള്ള രജിസ്റ്റർഡ് ആയ കമ്പനി. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഖത്തറിന് മാത്രമല്ലല്ലോ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഒരു ഖത്തർ കമ്പനി ആണെങ്കിൽ നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലാണല്ലോ പറ്റുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ നമുക്ക് മെറ്റാലപ്പാട്ടിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ മെറ്റാലപ്പാട്ട് എന്ന് പറയുമ്പോൾ എന്ത് കൺസെപ്റ്റ് ആണ് നമ്മൾ ഫ്യൂച്ചറിൽ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ കറന്റ് എന്താണ് വരുന്നത്? ഇപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ വലിയ മാറ്റത്തിന്റെ ചെറിയ തുടക്കം എന്ന രീതിയിൽ ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ആണ്. അതായത് 1% ലൈഫിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പ്രത്യേകിച്ച് പ്രൊഫഷണൽസ്, ഓണ്ടർപ്രണേഴ്സ്, അതുപോലെ ടീച്ചേഴ്സ്, പാരന്റ്സ്, അഡൽഹുഡ് ആയ ആളുകൾക്കുള്ളതാണ് അത് മേജർ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പൊ കറന്റ് ഇപ്പൊ അതിൽ ഏതൊക്കെ കോഴ്സുകളൊക്കെയാണ്? അതിലിപ്പോ വരുന്നത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, പിന്നെ അതോടൊപ്പം തന്നെ എനിഗ്രാം, ഇമോഷണൽ ലിറ്ററസി, ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളൊക്കെയാണ് കൂടുതലും. അതെ പേഴ്സണലി ഗ്രോത്ത് മെന്റലി ഉണ്ട്, അതുപോലെ തന്നെ പ്രൊഫഷണലി നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കോഴ്സുകളാണ് മേജർ ആയിട്ട്. തീർച്ചയായിട്ടും. അത് ഇനി നമുക്കിപ്പോ കേരളക്കാർക്ക് മാത്രമാണോ അതല്ലെങ്കിൽ ഗ്ലോബലൈസ് ചെയ്തിട്ടുള്ള രീതിയിലാണോ? ഗ്ലോബലൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് വേൾഡ് വൈഡ് ആയിട്ട് തന്നെ മലയാളികൾ മീഡിയം ഇപ്പോ നിലവിൽ മലയാളമാണ് മെയിൻ ഓർ ചെയ്യുന്നത് മലയാളികളാണ്. ഇപ്പോ ഇനി ഇതിനെ ഏതൊക്കെ വെർട്ടികളിൽ ഇനിയും വേറെ എന്തെങ്കിലും നമുക്ക് ബിസിനസ് മോഡലുകൾ വരുന്നുണ്ടോ? അതല്ലെങ്കിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മെറ്റാലപ്പാട്ട് എന്ന ഒരു LLP ഫേം ആണ്. അത് ഇപ്പോ മെറ്റാലപ്പാട്ട് എന്ന ഒരു ആപ്പിലൂടെയാണ് ഈ ഓൺലൈൻ ക്ലാസ് ഉള്ളത്. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഇതിന്റെ ഒരു 2030 ആകുമ്പോഴത്തേക്കും വിഷൻ 2030 എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. 1 ലക്ഷം എൻറോൾമെന്റ് കൊണ്ടുവരിക, 10,000 സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്യുക. 10,000 സ്റ്റാർട്ടപ്പ്. നമ്മൾ ഇപ്പോ ഞാൻ ചോദിക്കുന്ന വേറൊരു കൺസെപ്റ്റ്, ഇപ്പോ നമ്മളിപ്പോ ഖത്തറിലേക്ക് ഒരു കൊളാബറേഷൻ ത്രൂ നമ്മൾ എൻ്റർ ചെയ്തു. ഇപ്പൊ പല കമ്പനികൾക്കും ആഗ്രഹം ഉണ്ടാവും പല രാജ്യത്തേക്ക് എൻറോൾ ചെയ്യാൻ. തീർച്ചയായിട്ടും ഒരു ഇതുണ്ടാവും, സ്റ്റാർട്ടപ്സിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ ഇപ്പൊ ഖത്തർ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തേക്ക് എൻറോൾ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിപ്പോ നമ്മള് എന്താണ് കൊളാബറേഷൻ ചെയ്തുകൊണ്ട് കൂടി നമുക്ക് അതിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ പല വെർട്ടികളുള്ള ബിസിനസിനെ നമുക്ക് എൻറോൾ ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് മെറ്റാലപ്പാട്ട് അതോടൊപ്പം തന്നെ ടോപ്പ് ടെക്നോളജി എന്ന കമ്പനി ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനീസിനെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അവർ നമ്മൾ കോൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം വേറെ ഏതെങ്കിലും ബിസിനസ് ഫേമിന് ഖത്തറിലേക്ക് വരണമെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഇപ്പോ നമ്മളെ മെറ്റാലപ്പാട്ടിനോടൊപ്പം കൂടിയിട്ടോ അല്ലെങ്കിൽ ഇക്കാനൊപ്പം കൂടിയിട്ടോ അതല്ലാതെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് വേണ്ട കമ്പനി ഫോർമേഷൻ മുതൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒന്ന് ടെക്നോളജി നമുക്കുണ്ട്, അതോടൊപ്പം മാർക്കറ്റിംഗ് ചെയ്യാൻ മീഡിയ ടീം, അതോടൊപ്പം തന്നെ കമ്പനി ഫോർമേഷൻ, ലീഗൽ സപ്പോർട്ട്, അവർക്ക് തന്നെ ബിസിനസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടപ്സിനെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു
ഗ്രോത്ത് ഫാദറിനായിട്ട് കൊളാബ് ചെയ്തു എന്നുള്ള ഒരു ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ പല കൊളാബറേഷൻസുകളും നമ്മൾ ഏറ്റെടുക്കാൻ ഓക്കെയാണ്. 100% എല്ലാവരും ട്രസ്റ്റഡ് ആയിട്ട് ചെയ്യാണ്. നമ്മൾ ഫ്രണ്ടിലേക്ക് മാർക്കറ്റിൽ ഇല്ല, അതായത് നമുക്ക് പേഴ്സണലി അറിയുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ 10 വർഷമായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ഏകദേശം ഇങ്ങോട്ട് 10 വർഷത്തിന്റെ മുകളിലായല്ലോ. അപ്പൊ അവിടുത്തെ ഒരു എല്ലാരും കൂട്ടും ഒരു മിംഗ്ലിങ് എന്തായാലും ഉണ്ടാവും. ആ ഒരു രീതിയിൽ ഡയറക്ട് സെല്ലിംഗ് നമുക്ക് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, അവർക്കുള്ള സർവീസസ് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് നല്ല രീതിയിലേക്ക് എന്താ പറയാ, നമുക്കും ടോട്ടലെക്സിന്റെ പാർട്ടിക്ക് ആണെന്നുണ്ടെങ്കിൽ ഖത്തറിന് അത്യാവശ്യം നല്ലൊരു ഓർഡർ വോളിയം കൊണ്ടുവന്നിട്ടുണ്ട്. നന്ദി ഉണ്ടായില്ല. ആ ഒരു രീതിയിലേക്ക് തന്നെ ഇനിയിപ്പോ നമ്മൾ പല പ്രൊഡക്റ്റുകൾ ഇറക്കുമ്പോഴും നമുക്ക് ഖത്തറിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് പല കാര്യങ്ങളും നമ്മളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയാണ് ഇനി അടുത്ത മിഷൻസുകൾ, നമുക്ക് ഇനി എന്തെങ്കിലും പുതിയ പറയുന്നത് ട്രൈഡോഹ എന്ന ഒരു ബിസിനസ് കോൺസെപ്റ്റ് ജനങ്ങൾക്ക് എത്തിക്കുക. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈസി ആയിട്ട് അവർ ഏതെങ്കിലും ഒരു കമ്പനിയെ ജനങ്ങൾക്ക് എത്തിക്കാനും, ഇപ്പൊ ഏകദേശം നമ്മൾ ഒരു 25,000-ഓളം ബിസിനസ് ലിസ്റ്റിംഗ് ആണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ 100 കമ്പനികളായിട്ട് കൊളാബ് ചെയ്യുക, നിങ്ങളെ പോലത്തെ ടെക്നോളജിയും അല്ലാത്തതായിട്ട് കമ്പനികളായിട്ട് കൊളാബ് ചെയ്ത് പോവാന്നുള്ള ഒരു വിൻ പോളിസി. ഇപ്പൊ ഈ ഖത്തറിൽ മാത്രമാണോ ഇനി ഈ ട്രൈഡോഹ നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഖത്തർ ഫില്ല് ആയതിനു ശേഷം അടുത്ത നമ്മള് സബ് ഡൊമൈൻസ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ പ്യൂർലി ട്രൈഡോഹ എന്നത് ഖത്തറിൽ മാത്രം ഒതുങ്ങുന്ന സാധനമാണ്. അതിലിപ്പോ നമുക്ക് ഇപ്പോ ഷോപ്പിനെ ലിസ്റ്റ് ചെയ്യുന്നതിന് പകരം വേറെ എന്തൊക്കെയാണ് അതിൽ? വേറെ എന്തെങ്കിലും അനൗൺസ്മെന്റ്സുകളോ ഇവന്റ്സുകളോ അങ്ങനെ ഇവന്റ്സ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്യൂർലി നമ്മളത് ഒരു ബിസിനസ് ലിസ്റ്റിംഗ് ആണ്. ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും, മേജർ ആയിട്ടുള്ള ഒരു വർക്കുകൾ വരുന്നല്ലേ. ഓക്കെ, അപ്പോ നമ്മള് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയൊക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന? നമ്മളിപ്പോ നിലവിലൊരു 13ഓളം സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ളത്. അത് ഇപ്പൊ 13 എന്ന് പറയുമ്പോൾ പല എല്ലാ വെർട്ടികളും ഉണ്ടോ, അതല്ലെങ്കിൽ ടെക്നോളജിയാണ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ആളുകളെ ഒരു 15ഓളം ആളുകളെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാതെ. പക്ഷെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ ആവും. അതല്ലെങ്കിൽ നമ്മൾ വേറെ ആൾക്കാരെ കണക്ട് ചെയ്ത് കൊടുക്കാൻ നമ്മളിൽ നെറ്റ്വർക്ക് അതോടൊപ്പം തന്നെ നമ്മളെ ഫ്രണ്ട്സും ഒക്കെ തയ്യാറാണ്. ഓക്കെ, അപ്പൊ പിന്നെ എന്താ വെച്ചാല് നമുക്കിപ്പോ ടോട്ടലെക്സിനായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പറഞ്ഞത്. അപ്പൊ ടോട്ടലെക്സിനെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം? ടോട്ടലെക്സ് എന്നത് വളരെയധികം പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും നമ്മള് ഒരു സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടെങ്കിൽ പോലും വളരെയധികം ട്രസ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മളെ ലൈഫ് എന്ന് പറയുന്ന കുറെ പ്രൊജക്ടുകൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളതായിട്ടുള്ള കണക്ട് ചെയ്യുന്ന ആളുകളും 15ഓളം ക്ലയൻസ് നിങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. അത് എന്നെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് അവര് നിങ്ങൾക്ക് ഏൽപ്പിച്ചത്. അതായത് ഞാനാണ് അതിന്റെ ഐക്കണെങ്കിൽ പോലും ഒക്കെ നിങ്ങളുടെ കയ്യിലാണ്. അതിലൊരു നമുക്ക് വിശ്വാസമുള്ളതാണല്ലോ നമ്മൾ ജോയിൻ ചെയ്ത് പോകുന്നത്. അപ്പൊ എന്തായാലും ഇപ്പോ ഖത്തറിന്ന് വന്ന് ഇപ്പൊ നമുക്കൊരു എന്താ പറയാ ഒരു പോഡ്കാസ്റ്റിന് ഇരിക്കാൻ പറ്റിയില് വളരെയധികം നന്ദി. അപ്പൊ ഇനി അടുത്ത ഇതില് കൂടി കിടക്കാം. അടുത്തൊരു വർഷം നമുക്ക് വീണ്ടും ഒരു എപ്പിസോഡിൽ ഇരിക്കാം. ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു.